الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് കൃത്യം ഒരാഴ്ച പിന്നിടുകയാണ്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിച്ചത്. ഈ വിശുദ്ധ റമളാൻ നമ്മളിൽ ഓരോരുത്തരിലും എന്ത് മാറ്റമുണ്ടാക്കിയെന്ന് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇത് വേറെ ആരെയും പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഈ പറയുന്ന ഉദാഹരണം മുൻനിർത്തി നമ്മളൊന്ന് ചിന്തിക്കുക. റമദാനിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഴിഞ്ഞ ആഴ്ച ജമാഅത്ത് നമസ്കാരങ്ങൾ എത്രത്തോളം നമുക്ക് ലഭിച്ചു? ഇതാണ് ആ വിലയിരുത്തലിന്റെ സൂചകം എന്ന് ഞാൻ പറയുന്നത്. റമദാനിൽ മിക്കവാറും ആളുകൾ സുബഹി അടക്കമുള്ള എല്ലാ വക്തിനും കൃത്യമായി പങ്കെടുത്ത ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരാഴ്ച അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കണിശത ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശകലനമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തേണ്ടത്. അൽഹംദുലില്ലാഹ് കുറേയധികം ആളുകൾ അത് സൂക്ഷിച്ചു വരുന്നുണ്ട്. റമളാനിൽ തുടങ്ങി വെച്ച് അത് അല്ലാഹുവോട് പ്രാർത്ഥിച്ച് ഈ സമയം വരെയും അത് മുടക്കാതെ ആ ഒരു ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മളിലുണ്ട്. അള്ളാഹു അതവർക്ക് നിലനിർത്തുമാറാകട്ടെ. അപ്പൊ ഈ ഒരു പരിശോധനയാണ് ഒന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജമാഅത്ത് നമസ്കാരത്തിന് ഇസ്ലാമിക പ്രമാണങ്ങളിലും ചരിത്രത്തിലുമുള്ള സ്ഥാനവും പ്രാധാന്യവും പലരും നൽകി കാണുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണത്തിലും ചരിത്രങ്ങളിലും എന്താണോ ജമാഅത്ത് നമസ്കാരത്തെ പറ്റിയുള്ളത് അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഒരു ജമാഅത്ത് നമസ്കാരങ്ങളോട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ പെരുമാറാറുള്ളത് എന്നതൊരു വസ്തുതയാണ്. കാരണം നമ്മിൽ പലരും ദുനിയാവിന് അനുസരിച്ചാണ് നമസ്കാരത്തെ പലപ്പോഴും ക്രമീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ മുൻഗാമികളാകട്ടെ ജമാഅത്ത് നമസ്കാരത്തെ പരിഗണിച്ചുകൊണ്ടാണ്, അതിനനുസരിച്ചാണ് അവർ ദുനിയാവിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മളാളുകൾ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്നുള്ളടത്തുള്ളത് മാങ്കട കൊടുത്തോട്ടെ, അവിടെ ജമാഅത്ത് ഇറക്കാന്
ഇമാമും മുഅദ്ദിനും കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഞാൻ പോയിട്ട് നിങ്ങളെ നടത്തും. എന്നാൽ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് അടുത്ത ബാങ്ക് കൊടുക്കുന്നതിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും പോയി നിസ്കരിച്ചാൽ മതി. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു മാനസികാവസ്ഥ. എന്നാൽ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയല്ല. അവരുടെ അച്ചുതണ്ടെന്ന് പറയുന്നത്, അവരുടെ കഴുക്കോൽ എന്ന് പറയുന്നത്, അവർ പട്ടിക അടിച്ചിരുന്നത്, അവർ ജമാഅത്ത് നമസ്കാരങ്ങളെ മുൻനിർത്തിയായിരുന്നു. ആ ജമാഅത്ത് നിസ്കാരം എപ്പോഴാണോ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് അവരുടെ മറ്റു കാര്യങ്ങൾ അവർ ക്രമീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ മാതൃകാപരമായ സമീപനങ്ങൾ ഉണ്ടായത്. സ്വഹാബികൾ രോഗാവസ്ഥയിൽ പോലും പള്ളിയിൽ എത്താൻ ആവേശം കാണിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലഖദ് കാന അർ-റജുലു യുഅതാ ബിഹി യുഹാദാ ബൈന അർ-റജുലൈനി ഹത്താ യുഖാമ ഫിസ്-സഹ്. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ പ്രയാസം അവഗണിച്ചുകൊണ്ട് രണ്ടാളുകളുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് കാലിങ്ങനെ ഏന്തി ഏന്തി അവർ പള്ളിയിലേക്ക് വരുമായിരുന്നു, സൊഫിൽ വന്ന് നിൽക്കുമാറുമായിരുന്നു. അവരുടെ ഗൗരവം നിങ്ങൾ ആലോചിക്കുക. അവർ ജമാഅത്ത് നമസ്കാരത്തിനുള്ള പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് ചില സ്വഹാബിമാർക്ക് വർഷങ്ങളോളം ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടാതെ പോയത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഫാതത്നി അസ്സലാത്തു ഫിൽ ജമാഅത്തി മുൻദു 40 സന. കഴിഞ്ഞ 40 വർഷമായിട്ട് എനിക്ക് ജമാഅത്ത് നമസ്കാരം ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല. അത്ഭുതം തോന്നുന്നുണ്ടോ? അതിന്റെ പ്രാധാന്യം അവർ പരിഗണിച്ചുകൊണ്ട് അതിനവർ ഗൗരവം കൊടുത്തുകൊണ്ടാണ് അവരുടെ മറ്റു കാര്യങ്ങൾ അവർ അഡ്ജസ്റ്റ് ചെയ്തത് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു ഒരിക്കൽ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫഅതത്നി അസ്സലാത്തു അൽ-അസ്ർ ഫിൽ ജമാഅ. അസ്ർ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരോ മരണപ്പെട്ട ഒരു ദുഃഖകരമായ വാർത്ത കേൾക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. പെട്ടെന്ന് എന്തോ അശ്രദ്ധയിൽപ്പെട്ട് തിരക്കിൽപ്പെട്ട് ഒരു അസ്ർ ജമാഅത്ത് നമസ്കാരം പോയപ്പോ അദ്ദേഹം പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ വാക്കിൽ നിന്ന് തന്നെ സ്വഹാബത്ത് എത്രത്തോളമാണ് അതിന് ഗൗരവം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് ബോധം ഇങ്ങനെ മറയുന്ന സാഹചര്യത്തിലും പറഞ്ഞു, അസ്സലാത്ത് അസ്സലാത്ത് വമാ മലക്കത് അയ്മാനുക്കും. നമസ്കാരം നമസ്കാരം, നിങ്ങൾ കുടമപ്പെടുത്തിയവരെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബോധം ഇങ്ങനെ പോകും, പിന്നെ ബോധം ഇങ്ങനെ വരും. ആ മരണാസന്നമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ ബോധം വരുമ്പോ വേഗം വിളിച്ചു പറയുന്നത് എന്താ? നിസ്കാരം നിസ്കാരം. എത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവം കൊടുത്തു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അബൂ ലുഅ്ലു എന്നയാളുടെ കുത്തേറ്റ് ബോധരഹിതനായി കിടന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇടയ്ക്കിങ്ങനെ ബോധം വന്നു. ആ ബോധം വന്നപ്പോ ആദ്യം അന്വേഷിച്ചത് കച്ചവടത്തെ കുറിച്ചല്ല, ആദ്യം അന്വേഷിച്ചത് മക്കളെ കുറിച്ചല്ല, ആദ്യം അന്വേഷിച്ചത് ആ സാമ്രാജ്യത്വത്തെ കുറിച്ചല്ല, ആദ്യം അന്വേഷിച്ചു വെച്ചത് മറ്റെന്തെങ്കിലും ഭൗതിക കാര്യങ്ങളെ കുറിച്ചല്ല. ആദ്യം ചോദിച്ചത് അവർ ഉമർ റളിയല്ലാഹു അന്വേഷിച്ചത് അസ്വല്ല അന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ്. ഏത് സമയത്ത്? ഇരുതല മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തി അതിൽ ബോധരഹിതനായി വീണ് അതിൽ നിന്ന് ബോധം വരുമ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നത് ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ്. ആളുകൾ പറഞ്ഞു നഅം, അതേ നമസ്കരിച്ചു. അപ്പൊ വീണ്ടും ഉമർ റളിയല്ലാഹു പറയാണ്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാത്ത്. നമസ്കാരം ഒഴിവാക്കുന്നവന് മതത്തിൽ ഒരിക്കലും സ്ഥാനമേ ഇല്ല. മറ്റൊരു ധരണിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ ഇസ്ലാമ ലിമൻ ലാ സ്വലാത്ത ലഹു. നമസ്കാരമില്ലാത്തവന് ഇസ്ലാം തന്നെ ഇല്ല എന്നും ഉമർ റളിയല്ലാഹു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഏത് സമയമാണെന്ന് ഓർക്കണം. വേദന കൊണ്ട് പൊളയുന്ന സമയത്തും ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെ എത്ര സഹാബികൾ നമുക്ക് കാണാൻ പറ്റും. എന്റെ മുൻഗാമികൾ ജമാഅത്ത് നമസ്കാരത്തിന് ഇത്ര ഗൗരവം കൊടുക്കാൻ കാരണം, അതൊന്നാമത്തെ കാരണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നാണ്. ഇപ്പോഴും ചില പുരുഷന്മാരുടെ ധാരണ, ബാങ്ക് കൊടുത്താല് അത് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യമൊന്നുമില്ല പള്ളിയിൽ പോക്കുന്നതാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? വഅഖീമുസ്സലാ വആതുസ്സകാ വർക്കഉ മഅർറാകിഈൻ. നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത്
വർക്കഊ, നിങ്ങൾ റുക്കൂ ചെയ്യണം, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യണം. അതിനർത്ഥം എന്താ? ആരാ ഒന്നിച്ച് ജമാഅത്തായി നമസ്കരിക്കണം. അത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് എന്താ? ബാങ്ക് കേട്ടിട്ടും പള്ളിയിൽ വരാത്തവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച രോഷം എത്രയാണ്! ലഖദ ഹമ്മതു അൻ ആമുറ ബിസ്സലാ ഫതുഖാമ ഫഉഹരിക അലൈഹിം ബുയൂതഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ വരാൻ കഴിഞ്ഞിട്ടും പള്ളിയിൽ വരാത്ത ആളുകളുടെ വീട് തെരഞ്ഞു പിടിച്ചുപോയി ചുട്ടുകരിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, ആലോചിച്ചു പോയി എന്ന്. വീടിന് തീ കൊടുക്കാനേ റസൂലുള്ള ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു ജമാഅത്ത് നിസ്കാരത്തിന് വരാതെ വീട്ടിലിരിക്കുന്നതിന്റെ ഗൗരവം എത്രയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, മുൻഗാമികൾ ജമാഅത്ത് നമസ്കാരത്തെ മുൻനിർത്തിയായിരുന്നു അവരുടെ മറ്റു കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. എന്ന് നമ്മുടെ ആളുകളാകട്ടെ മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ജമാഅത്തിനെത്തുക എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ഖുർആൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിലപാട്? എല്ലാവരും കണ്ണ് തുറന്ന് കാണണം, കാത് തുറന്ന് കേൾക്കണം. അതായത് എന്റെ അവസാനത്തെ കസ്റ്റമറും പോയ ശേഷമേ ഞാൻ നമസ്കരിക്കേണ്ടതുള്ളൂ. എന്റെ അവസാനത്തെ രോഗിയും എന്റെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയ സമയത്തെ ഞാൻ നമസ്കരിക്കാൻ പോകേണ്ടതുള്ളൂ. എന്റെ അവസാനത്തെ കസ്റ്റമറും പോയ ശേഷമേ, ഞാൻ മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ ശേഷമേ ഞാൻ നമസ്കാരത്തിന് എത്തേണ്ടതുള്ളൂ എന്ന് തോന്നാൻ കാരണം എന്താ അറിയോ? നമ്മളെ മനസ്സ് ഇപ്പോഴും ദുനിയാവിലാണുള്ളത്. ആ പരലോകം മനസ്സ് തട്ടിയിട്ടില്ല. പരലോകം മനസ്സ് തട്ടിയ ആൾക്കാരെ പ്രത്യേകത ഖുർആൻ പറയുന്നുണ്ട്. എന്താ പ്രത്യേകത അറിയോ? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. റിജാലും, ഒരു കൂട്ടം ആളുകൾ. എന്താ അവരുടെ പ്രത്യേകത? ലാ തുൽഹീഹിം, അവർ അശ്രദ്ധരാവുകയില്ല. തിജാറത്തുൻ, അവരുടെ കച്ചവടം. വലാ ബൈഉൻ, അവരുടെ മറ്റു വ്യവഹാരങ്ങളാകട്ടെ അതൊന്നും അവരെ അശ്രദ്ധയിലാക്കുകയില്ല. ഏത് കാര്യത്തിൽ? അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ. വഇഖാമിസ് സ്വലാത്ത്, നമസ്കരിക്കുന്ന വിഷയത്തിൽ. വഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ. ഇതൊന്നും അവർക്ക് തടസ്സാവൂല. ദുനിയാവ് ഒരിക്കലും അവർക്ക് നിസ്കരിക്കാൻ തടസ്സാവൂല. എന്തേ കാരണം? യഖാഫൂന യൗമ, അവരൊരു ദിനത്തെ ഭയപ്പെടുന്നു, അവരൊരു ദിവസത്തെ പേടിക്കുന്നു. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അന്ന് ഹൃദയവും അതുപോലെ തന്നെ കണ്ണുകളുമൊക്കെ അന്താളിച്ച് അവതാളത്തിൽ പായി പോകുന്ന ദിവസം, ആ കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, ആ ഖിയാമത്ത് നാളിന്റെ ദിവസം, പരലോകത്തിൽ ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്ന ദിവസം. അന്ന് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഗൾഫിൽ പോയി അധ്വാനിച്ചത്, ആ മക്കളും കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണോ സിന്ദാബാദ് വിളിച്ചത്, ആ ജനക്കൂട്ടവും ആ നേതാക്കന്മാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ മാത്രമുള്ള ആ ദിവസത്തിൽ കണ്ണുകൾ തള്ളിപ്പോകുന്ന, ഹൃദയം ചഞ്ചലമാകുന്ന ആ ഘട്ടത്തെ, അങ്ങനത്തെ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട്, അങ്ങനെയുള്ള ഓർമ്മയുള്ളായതുകൊണ്ടാണ് എന്ത് ബാങ്കൺ കൊടുത്താൽ അവിടെ കച്ചവടം എത്ര തിരക്കുണ്ടെങ്കിൽ ആ കസ്റ്റമറോട് ഇതാ ഞാൻ ഇപ്പം നിസ്കരിച്ചത് വരാന്ന് പറയാം. അത് പറയുമ്പോൾ സുഖം തരും. ചില ആളുകൾക്ക് ഒരു ധാരണയാണ് എന്ത്, അങ്ങനെ ഞാൻ പോയ എന്റെ കച്ചവടം പോകും, മറ്റവൻ അവിടെ തുറന്നു വെച്ചിരിക്കല്ലേ, അപ്പൊ എന്റെ കസ്റ്റമറും കൂടി അങ്ങോട്ട് പോകില്ല. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കോട്ടപ്പുള്ള അങ്ങാടിയിലുള്ള മുസ്ലിമീങ്ങളായ എല്ലാവരും, എല്ലാ കച്ചവടക്കാരും ഈ തീരുമാനം എടുക്കാൻ പിന്നെ അങ്ങനെ പോകണ്ടാവും. അത് ജനങ്ങൾക്കൊരു കാര്യമാണ്. അവിടെ ഒരു 10 ആള് കസ്റ്റമർ കാഴ്ച നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിസ്കരിച്ച് എത്തുക നിങ്ങൾ പോയി നോക്കി, അതിന്റെ പിന്നാലെ ഓരോ നിസ്കരിക്കാണ്ട് പോരും. കാരണം സാധനം വാങ്ങി പോകണമെങ്കിൽ ഇയാൾ വന്നിട്ട് വേണ്ടേ. അപ്പൊ നമ്മുടെ നിലപാട് അവർക്കും കൂടി നിസ്കരിക്കാൻ കാരണം അത് ചെയ്യാം. ഒരു ഡോക്ടർ അവിടുത്തെ തൊട്ടപ്പുറത്തെ പള്ളിയിലെ ജമാഅത്തിന്റെ സമയം നോക്കിയിട്ട് ഈ രോഗി കഴിഞ്ഞ് ഞാൻ അടുത്ത രോഗിനെ ഞാൻ ജമാഅത്ത് കഴിഞ്ഞിട്ട് ചികിത്സിക്കൊള്ളുന്ന തീരുമാനിച്ചാല് അവിടെയുള്ള ബാക്കിയുള്ള രോഗികളടക്കം നിസ്കരിക്കാൻ പോലും. കാരണം ഡോക്ടർ വരുന്നവരോട് വെറുതെ എത്ര കൂല്യങ്ങളെന്ന് ആലോചിച്ചു. ഏതൊരാൾക്കാരായിരുന്നു. അപ്പൊ നമുക്ക് പേടി, എന്റെ കച്ചവടം പോകുമോ, അല്ലെങ്കിൽ എന്റെ കസ്റ്റമർ പോകും, എന്റെ രോഗി നഷ്ടപ്പെടുമോ, ഒരു ബേജാറും വേണ്ട. നിസ്കരിക്കാൻ പോണതിന്റെ പേരില് നിങ്ങളെ കുറിച്ച് അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും നല്ലതേ പറയൂ. അത് അയാളെ നിസ്കാരത്തിൽ കണിച്ചതുള്ള ആളാണ്, അത്രേ പറയുള്ളൂ. അയാൾ തോന്നിയാസനല്ല പോണത്. അതുകൊണ്ട് ബർക്കത്ത് ഉണ്ടാവുള്ളൂ, അള്ളാഹ് ഹൈറേ തരുള്ളൂ. അല്ലെങ്കിൽ എന്താ ആൾക്കാർ പറയാറ്, അയാൾക്ക് നിസ്കാരമല്ല, വെറും പൈസ മാത്രമുള്ള മുപ്പര പരിപാടി. നേരെ തിരിച്ചു പറയും, എന്റെ ജമാഅത്തോടെയും പോയി അടുത്ത് അവിടെ ഇരുന്നു,
എന്നിട്ട് നടന്നതുമില്ല. എന്നിട്ട് അവസാനം വെച്ച് തന്നെ നിസ്കരിക്കും. ഇതതിന്റെ പ്രത്യേകത. അവസാനം വെച്ചുകൊണ്ട് പോയി നിസ്കരിക്കും. ഇതെന്നും അവസാനമാണ്. അത് അധ്യാപകരാകണം. തൊട്ട് മുമ്പിൽ സ്കൂൾ ഉണ്ടായിട്ട് അല്ല പള്ളി ഉണ്ടായാൽ ആ പള്ളി പോയി നിസ്കരിക്കാൻ പറ്റുന്ന പാകത്തിൽ സ്കൂൾ വിടുകയും പോലും ചെയ്യുമ്പോൾ ഉച്ചക്കാകട്ടെ വിട്ടിട്ടാവട്ടെ സ്ഥിരമായിട്ട് അത് ഒഴിവാക്കുക ജമാഅത്ത്. എന്നിട്ട് അവിടുന്ന് റിട്ടയർ ആകുന്നത് വരെ ജമാഅത്ത് നിസ്കാരമല്ല, ളുഹൂറുമില്ല, അസ്റുമില്ല. ഒരു ചെറിയ തീരുമാനം എടുത്താൽ മതി. ഒന്ന് ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചാൽ മതി. ആ ഭക്ഷണം നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം ഭക്ഷണം കഴിക്കുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കാൻ തീരുമാനിച്ചാൽ മതി. അതല്ല നിസ്കാരത്തിന്റെ സമയം കുറച്ച് അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ആദ്യം ഭക്ഷണം കഴിച്ചാൽ മതി. ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി. ആ ശ്രദ്ധ ഉണ്ടായാലേ ആ സ്കൂളിൽ നിന്ന് റിട്ടയർ ആകുന്നത് വരെ എന്ത് ചെയ്യുക, അയാൾക്ക് ജമാഅത്ത് കിട്ടൂലേ. ഒരു ശ്രദ്ധ പോലെ സുഹൃത്തുക്കൾ ഇതിനൊക്കെ. ഏതൊരാളും ഡ്രൈവർ ആകട്ടെ ആരാകട്ടെ, നിങ്ങൾ നിസ്കരിച്ചിട്ട് അതുകൊണ്ട് ആളുകളും നമ്മളെ പറ്റി മോശം പറയില്ല, അള്ളാന്റെ ബർക്കത്ത് നമുക്കുണ്ടാവും. ഒരു പ്രയാസം ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ തീരുമാനം എടുക്കുക. ജമാഅത്ത് നിസ്കാരം ഞാൻ ഒരിക്കലും മുടക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. കാരണം ജമാഅത്ത് നമസ്കാരം നേടിത്തരുന്ന ആ നേട്ടങ്ങൾ ഓർത്തുകൊണ്ടാണ് മുൻഗാമികൾ ആ നിലപാട് സ്വീകരിച്ചത്. 27 ഇരട്ടിയാണ് അതിന്റെ പ്രതിഫലം. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി27 ദറജ. ഒറ്റക്ക് ഒരു റുക്കൂ ചെയ്യുന്നതിലേറെ 27 റുക്കൂ ചെയ്ത കൂലിയാണ് ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ. 27 സുജൂദ് ചെയ്ത കൂലിയാണ്. 27 ഇരട്ടിയാണ്. എന്തിനാണ് കളയുന്നത്? ഏതാണ് നിസ്കരിക്കൽ? ആ നിസ്കരിക്കുന്ന ജമാഅത്തായിട്ട് നിസ്കരിച്ചൂടെ? പിന്നെ പറഞ്ഞത് എന്താ? കുതിബത്ത് ലഹു ബറാഅതാനി ബറാഅത്തും മിനൻ നാർ വബറാഅത്തും മിനൻ നിഫാഖ്. നരകത്തിൽ നിന്നും നിഫാഖിൽ നിന്നും നമസ്കാരം, ജമാഅത്ത് നമസ്കാരം നിങ്ങളെ തടയുമെന്നാണ്. കൃത്യമായിട്ട് ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾക്ക് നരകത്തിൽ നിന്നുള്ള കാക്കും, അയാൾക്ക് മനസ്സിൽ കാപട്യം ഉണ്ടാവുകയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ട് ഒതുണ്ടാക്കി പോവുകയാണെങ്കിൽ സ്വർഗത്തിൽ അയാൾക്ക് ഒരു വിരുന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഓരോ ഭക്തനും സ്വർഗത്തിൽ ഓരോ വിരുന്നിങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്തിനാ സുഹൃത്തുക്കളെ കിടന്നുറങ്ങിക്കാണ്ട് ഇത് നമ്മൾ കളയേണ്ട കാര്യം? അപ്പൊ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു കുറ്റിയാണ്. പള്ളി എന്നത്, മസ്ജിദ് എന്ന് പറയുന്നത് ഒരു കുറ്റിയാണ്, ഒരാണിയാണ്, ഒരു മരമാണ്. ഏതുപോലെ നമ്മൾ പശുക്കളെ ആടുകളൊക്കെ കെട്ടിടാറുണ്ടല്ലോ ഒരു കുറ്റിയിൽ. നീളമുള്ളൊരു കയർ ഉപയോഗിച്ച് ആ കുറ്റിയിൽ കെട്ടും, മറ്റേ തല ആ ആടിന്റെ അല്ലെങ്കിൽ പശുവിന്റെ കഴുത്തിൽ കെട്ടും. ഈ പശു പുല്ലും തിന്നങ്ങനെ പോവും. പക്ഷെ ഏത് വരെ പോവുള്ളൂ? ഈ കയറിന്റെ നീളം വരെ പോവുള്ളൂ. ആ നീളം കഴിഞ്ഞാൽ അവിടെ വെക്കും. ഇതേപോലെ സുഹൃത്തുക്കളെ, ഈ പള്ളി നമ്മുടെ ഒരു വിശ്വാസിയുടെ കഴുത്തിൽ അതിന്റെ കയറിന്റെ ഒരറ്റം ഇവിടെ കെട്ടിയിട്ടിരിക്കണം. ഇവിടുന്ന് സുബഹിസ്കരിച്ചാണ്ട് പോകും ആയുഷത്തിന് വേണ്ടി. അത് ഏത് വരെ പോകുള്ളൂ? ളുഹുർ വരെ പോകുള്ളൂ. അപ്പൊ അടുത്ത ളുഹുറിന് ഭാഗമാവും വീണ്ടും പിടിച്ചു വലിക്കണം. അത് ളുഹുർ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അസറിനാവുമ്പോ വീണ്ടും പിടിച്ചു വലിക്കും. മഗ്രിബാവുമ്പോ വീണ്ടും പിടിച്ചു വലിക്കും. ഇശയാവുമ്പോ വീണ്ടും പിടിച്ചു വലിക്കും. ഈ പള്ളിയുമായി ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന, പള്ളിയുമായി ബന്ധം വിച്ഛേദിക്കാത്ത വിശ്വാസികൾ, അതാണ് വിശ്വാസി എന്ന് പറയുന്നത്. അവർക്കാണ് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്നത്. ഏറ്റവും നല്ല സ്ഥലം പള്ളിയാണ്, ഏറ്റവും വെറുക്കപ്പെട്ടത് അങ്ങാടിയാണ്. പക്ഷെ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ഏറ്റവും ഹൃദ്യമായത് പലർക്കും അങ്ങാടിയാണ്. വെറുത്ത സമയത്ത് അവിടെ പോയിരിക്കുക, അങ്ങാടിയിലെ ആവശ്യത്തിന് പോവുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. നമ്മൾ പള്ളിയുമായിട്ടാണ് നമ്മുടെ ഹൃദയം ബന്ധിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള യുവാക്കൾക്കാണ് എരിപൊരി കൊള്ളുന്ന നാളെ പരലോകത്ത് അർശിന്റെ തണൽ അല്ലാഹു പിരിച്ചു കൊടുക്കുക. എന്തിനാ അത് കളയുന്ന സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഈ കുറ്റിയിലാകട്ടെ നമ്മുടെ കയറ് കെട്ടേണ്ടത്. നമ്മുടെ ഷെഡ്യൂളുകൾ ജമാഅത്ത് നമസ്കാരത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുക. രാവിലെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. യാത്ര തുടങ്ങുമ്പോൾ സ്വന്തം വണ്ടിയോടെ മിക്കവാറും ആൾക്കാർ പോകണം. ഒന്നുകിൽ ബൈക്കാവും, അല്ലെങ്കിൽ കാറാവും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയാവും. എന്തായാലും പോകുമ്പോൾ തീരുമാനിക്കുക എവിടുന്ന് ളുഹുർ നിസ്കരിക്കുന്നുണ്ട്, എവിടുന്ന് അസ്ർ നിസ്കരിക്കുന്നുണ്ട്, എവിടെ ഏത് പള്ളിയിലാണ് ജമാഅത്ത് കയറാൻ പറ്റും. അതിന് പറ്റുന്ന രീതിയിലായിരിക്കണം യാത്ര ക്രമീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ജോലി, ഞാൻ നേരത്തെ പറഞ്ഞു, വിരമിക്കുന്നത് വരെ സുഹൃത്തുക്കളെ ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടാത്ത ഷെഡ്യൂൾ. അപ്പൊ സ്കൂളിൽ നിന്ന് ഒരു ഓഫീസിൽ നിന്നോ ഒരു ഗവൺമെന്റ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു കൃത്യമായ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് നമ്മൾ അവിടുത്തെ ബോർഡ് നോക്കിയാൽ അവിടെ എത്താൻ പറ്റും. എന്നോട് കയറി നിസ്കരിച്ചൂടെ? അവിടുത്തെ ആൾക്കാർ വരെ പറയാം, ആ മാഷ് ഇവിടെ നിസ്കരിച്ചിട്ടാ പോവുക, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ ഇവിടെ നിസ്കരിച്ചിട്ടാ പോകുക. നമുക്ക് നല്ലൊരു ആളുകൾക്കും തന്നെ നമ്മളെ പറ്റി നല്ല അന്തരീക്ഷം ഉണ്ടാവും. ഇതൊരു തോന്നലത് പോയിട്ട് വീട്ടിൽ പോയിട്ട് കടമ വയ്ക്കുന്ന പരിപാടി എന്തിനാ? അതുപോലെ തന്നെ കച്ചവടക്കാർ, ഞാനിവിടെ കച്ചവടം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജമാഅത്തിന് പള്ളിയിൽ പോയിട്ട് ബാക്കിയുള്ള കച്ചവടം കിട്ടിയാൽ മതി. അത് തീരുമാനിച്ചു നോക്കി, ബർക്കത്ത് പഠിച്ചു തരും. അതുപോലെ ഡോക്ടർമാർ, വേറെ ഏത് മേഖലയിലുള്ള ആൾക്കാർ, ഒരു മാറ്റം നമ്മുടെ ഈ കോട്ടപ്പുഴ അന്തരീക്ഷത്തിൽ തന്നെ സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും വിചാരിച്ച ഒരു മാറ്റം മാറുള്ളൂ. അപ്പൊ തന്നെ ഗൗരവം ഉണ്ടാകും. അപ്പൊ ആൾക്കാർ മൊത്തം എന്താ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന കടയ്ക്ക്
ഒന്നുമില്ല, ജമാഅത്തിന് പോയതാണ്. അത് സംസ്കാരമാണ്. വേറെ എത്ര ആൾ അത് സ്വീകരിക്കണം. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി സുഹൃത്തുക്കളെ നമ്മൾ തയ്യാറാണ്. നിസ്കാരം പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഈ റമളാൻ മാസം കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതിനൊരു തീരുമാനം എടുക്കുക. അങ്ങനെ ജമാഅത്ത് നമസ്കാരം മരണം വരെ കൈവിടാതെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീകളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ശവ്വാലിലെ 6 നോമ്പ് ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് ഇന്നലെയോടുകൂടി പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. അള്ളാഹു അത് അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു വർഷം നോമ്പ് നോറ്റ കൂലിയാണ് ഈ 6 നോമ്പ് കൂടി എടുക്കുന്നതോടുകൂടി അവർക്ക് ലഭിച്ചിട്ടുള്ളത്. മൻ സ്വാമ റമളാന ثم أتبعه ستا من شوال كان كصيام الدهر. അതായത് റമളാനിലെ നോമ്പ് നോൽക്കുക, അതിനെ തുടർന്ന് 6 ദിവസം നോമ്പ് നോറ്റാല് കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ കൂലിയാണ്. കാരണം ഒരു നോമ്പിന് 10 കൂലിയാണ്. ആ 30 നോമ്പ് നോറ്റ എത്രയായി? 300 അല്ലേ? പിന്നെ 6 കൂടി നോറ്റാൽ എത്രയായി? 360. ഇപ്പൊ ഒരു കൊല്ലം എന്നുള്ളതാണ് ഇതിന്റെ കണക്ക്. അപ്പൊ ഇത് പറയുമ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ 6 നോമ്പ് നോൽക്കാൻ പല കാരണങ്ങളാൽ കഴിയാതെ പോയ ആളുകൾക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ ഒന്നാമത്തെ സംശയം ഇനി നോൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ റമളാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്തറിന്റെ നോൽമ്പ് നോൽക്കാൻ പറ്റൂല പെരുന്നാളിന്. അത് കഴിഞ്ഞ് 6 ദിവസമാണ് അതിന്റെ ഏറ്റവും ഉത്തമമായ സമയം. അപ്പോൾ അത് കഴിഞ്ഞില്ല, ഇനി നോൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചില ആളുകൾക്ക് സംശയം ഉണ്ടാകുക. ഇത് മനസ്സിലാക്കേണ്ടത് ഇനിയും നോൽക്കാം. മിൻ ഷവ്വാൽ എന്നീ ഹദീസിലുള്ളത് കൊണ്ട് ഷവ്വാൽ തീരുന്നതിന് മുമ്പ് നോറ്റാലും മതി. അപ്പൊ ഇനിയും അതിന്റെ സമയം കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, നോമ്പിലെ ഈ റമളാനിലെ നോമ്പ് ബാക്കിയുള്ള ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. മറ്റു യാത്രക്കാർക്കൊക്കെ ചിലപ്പോൾ ദീർഘയാത്രയൊക്കെ നടത്തിയ ആളുകൾക്ക് നോമ്പ് ഒരു പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ നഷ്ടപ്പെട്ട ആളുകള് ഈ ചൊവ്വാൽ നോമ്പാണോ ആദ്യം നോൽക്കേണ്ടത് അതോ നഷ്ടപ്പെട്ട നോമ്പാണോ നോൽക്കേണ്ടത് എന്ന് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ടത് റമളാനിൽ നോമ്പെടുക്കുകയും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്ത്? മൻ സ്വാമ റമളാന, റമളാനിൽ നോമ്പെടുക്കുകയും സുമ്മ അത്ബഅഹു, പിന്നെ അതിനെ തുടർന്ന് സിത്തൻ മിൻ ഷവ്വാൽ, ഷവ്വാലിനെ 6 എന്ന് പറഞ്ഞതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം നഷ്ടപ്പെട്ടത് എടുക്കുകയാണ് വേണ്ടത് എന്നാണ്. ആദ്യം നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. അപ്പോഴായി റമളാൻ പൂർത്തിയായി. എന്നിട്ട് അതിനെ തുടർന്ന് എന്ത് ചെയ്യുക? 6 നോമ്പും നിർവഹിക്കുക. ഇതാണ് പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, ചില ആളുകൾ ചോദിക്കും, തുടർച്ച വേണോ എന്ന് ചോദിക്കും. അതായത് ഇപ്പൊ ഇന്നൊരു നോമ്പ് നോറ്റു, 2 ദിവസം കഴിഞ്ഞ് ഒന്ന് നോറ്റു, അങ്ങനെ ചൊവ്വാല് കഴിയുമ്പോഴേക്ക് 6 മതിയോ അതോ തുടർച്ചയായി 6 നോൽക്കണോ എന്നും ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ളത് തുടർച്ചയാണ് നല്ലത്. നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് തുടർച്ചക്കാണ്. എന്നാൽ തുടർച്ച കഴിയുന്നില്ല എങ്കിൽ അത് നിർബന്ധമുള്ള കാര്യമല്ല. നമുക്ക് അല്ലാത്ത രീതിയിലും എന്ത് ചെയ്യാം. തുടർച്ചയാകാനുള്ള കാരണം എന്താ വെച്ചാൽ ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞത് നന്മയിൽ നിങ്ങൾ മുൻകടക്കണമെന്നാണ്. അപ്പൊ വേഗം അത് ആ 6 നോൽക്കലാണ് എന്ത് ഏറ്റവും ഖൈറായ കാര്യം. എന്നാൽ കഴിയാതെ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചൊവ്വാൽ തീരുന്നതിന് മുമ്പ് നോറ്റ് വീട്ടിയാലും മതി. പിന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് എന്ത്? നിയ്യത്ത് പിന്നെ ഒന്നിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിക്കും ചില ആളുകള്. അതായത് എനിക്കൊരു 6 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് റമളാനിൽ. 6 നോമ്പ് പിന്നെ ചൊവ്വാലത്ത് നോൽക്കും വേണം. അപ്പൊ രണ്ടിനും കൂടി ഒരു നിയ്യത്ത് വെച്ച് രണ്ടും കൂടി ഒന്നിച്ചു പറ്റുമോ? അത് പറ്റില്ല. കാരണം എന്താണ്? ഫറള് എടുത്തിട്ടാണ് സുന്നത്ത് എടുക്കേണ്ടത്. അപ്പൊ ഫറളിന്റെ നിയ്യത്ത് വെച്ച് ഫറള് പൂർത്തിയാക്കണം. എന്നിട്ട് സുന്നത്തിന്റെ പിന്നെ നിയ്യത്ത് വെച്ചിട്ടായിരിക്കുന്നത് സുന്നത്ത് പൂർത്തീകരിക്കേണ്ടത്. പിന്നെ എപ്പോഴാണ് 6 നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് അത് മനസ്സിലാക്കേണ്ട ചെറിയ വ്യത്യാസമുണ്ട്. ഫറള് നോമ്പാണെങ്കിൽ രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. അതായത് അത്താഴത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നിയ്യത്ത് വെക്കണം. അപ്പോഴേ ഫറള് നോമ്പ് ശരിയാവും. എന്നാൽ സുന്നത്ത് നോമ്പുകളാണെങ്കിൽ രാവിലെ നേരം വെളുത്ത ശേഷം നിയ്യത്ത് വെച്ചാലും മതി. പക്ഷെ ഒന്നും കുടിക്കാൻ പാടില്ല എന്റെ രീതിയിൽ മാത്രം. അപ്പൊ നമ്മൾ രാവിലെ എന്ത് ചെയ്തു? പെട്ടെന്ന് എഴുന്നേറ്റ് നമുക്കൊരു 7 മണി 8 മണിയായിട്ടാണ് ഓർമ്മ വരുന്നതെന്ന് സുന്നത്ത് നോമ്പിന്റെ ദിവസമാണ്, തിങ്കളാഴ്ച ദിവസമാണ്. പക്ഷെ നമുക്കൊരു പക്ഷേ രാത്രി എണീക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അത്താഴം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതുവരെ നമ്മൾ വെള്ളവും കാര്യമൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ, ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ആ സമയം മുതൽ എന്ത് ചെയ്താൽ മതി?
നമുക്ക് സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെക്കാവുന്നതാണ്. അതാണ് സുന്നത്ത് നോമ്പും ഫർള് നോമ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. പരമാവധി എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള നോമ്പുകൾ സ്വീകരിക്കുക. ഇനി ഈ തിങ്കൾ വ്യാഴം നോമ്പുകളൊക്കെ ഒന്ന് ശീലാക്കുക. അതിന് പറ്റിയ സമയമാണ് ഇപ്പോൾ ആളുകൾക്ക്. അത് നമുക്ക് ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഈ നോമ്പ് ഏറ്റവും ഹൈറാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ 6 നോമ്പ് നോൽക്കുക. അതോടൊപ്പം തന്നെ തിങ്കൾ വ്യാഴം, അതുപോലെ 13, 14, 15 എല്ലാ അറബി മാസത്തിൽ ഇത് നോറ്റ് കഴിഞ്ഞാൽ സുഖം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു വല്ലാത്തൊരു നിർവൃതി ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീകളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു.